ദിലീപ് കേസിൽ ഇനിയൊരു വീഡിയോ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ വല്ലാത്ത ബഹളം, അർത്ഥശൂന്യമായ ബഹളം, മാധ്യമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, ഏകദേശം വൺ സൈഡഡായിട്ടുള്ള നരേറ്റീവ്. ഈ നരേറ്റീവിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. കീഴ്ക്കോടതിയിൽ നിങ്ങളൊരു കേസ് തോറ്റു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുക. അല്ലാതെ കീഴ്ക്കോടതിയെ ചീത്ത പറഞ്ഞുകൊണ്ട് നാട് നീളം നടക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. കോടതി കണ്ടംപ്റ്റ് എടുക്കുകയോ കോർട്ടലക്ഷ്യ കേസ് സ്വമേധയാ എടുക്കുകയോ മറ്റാരെങ്കിലും പരാതി കൊടുത്തെടുപ്പിക്കുകയോ ഒക്കെ ചെയ്തില്ലെന്നും വരാം. കോടതികൾ നല്ല ആത്മവിശ്വാസമുള്ളവരാണ് പൊതുവെ. അതുകൊണ്ട് അവരെ ആരെങ്കിലും വഴിയെ പോകുന്നവർ നാല് ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരതിൻ്റെ പിന്നാലെ ഒന്നും പോകാറില്ല. പ്രത്യേകിച്ച് കേരള ഹൈക്കോടതി അങ്ങനെയാണ്. ലോവർ ജുഡീഷ്യറിയിലെ അവരുടെ സംഘടന ഹൈക്കോടതിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ കോടതിയെ അപമാനിക്കുന്ന സമ്പ്രദായം നിർത്തണം, ഇതിലൊക്കെ കോർട്ടലക്ഷ്യ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കത്തൊക്കെ അയച്ചിട്ടുണ്ട്. ഊമക്കത്ത് വേറെയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങൾ. ഇത് ജനറലി ഹൈക്കോടതിയെ ബാധിക്കാറൊന്നുമില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലും ആക്ഷൻ എടുത്തു എന്നും വരും. ബട്ട് അതല്ല എൻ്റെ വിഷയം. ലോവർ കോടതിയിൽ എത്ര വിവാദ വിഷയമായ കേസായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് കുറച്ച് പേരുടെ ആഗ്രഹമനുസരിച്ച് വിധി വരണം. വന്നില്ലെങ്കിൽ ആ ജഡ്ജി മോശക്കാരനാണ് അല്ലെങ്കിൽ മോശക്കാരിയാണ്, അവരുടെ ജാതകം അന്വേഷിച്ച് പോവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ശരിയല്ല. നിങ്ങൾക്ക് വിധിയെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. വിധിയുടെ ഓരോ വരിയും എടുത്തിട്ട് ഇത് ശരിയായില്ല, ഇത് തെറ്റാണ്, ഇത് പോരാ, ഇത് കൂടിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വിമർശിക്കാം. അതല്ലാതെ ആ കോടതി ഒരു കോടതിയല്ല, ഇതൊക്കെ ഒരു കോടതിയാണോ, ഇതിനു മുകളിൽ വേറെ കോടതിയില്ലേ? ഉണ്ടപ്പാ, ഉണ്ട്, വേറെ കോടതിയൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ബഹളം, ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം അപ്പീൽ പോകുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നെങ്കിലും ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. അതിനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കണം. അങ്ങനൊരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ അല്പമെങ്കിലും കോടതിയെ അത് ബാധിച്ചെങ്കിൽ, അങ്ങനെയെങ്കിലും ദിലീപ് ശിക്ഷിക്കപ്പെട്ടെങ്കിൽ അത് ഒരു അച്ചീവ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് കാലേ കൂട്ടി ഒരു ബഹളം തുടങ്ങി വയ്ക്കുക. ഇനി അപ്പീൽ ഈ ബഹളം ചിലപ്പോൾ 3-4 ദിവസം കൊണ്ട് അടങ്ങിയേക്കും. അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ വീണ്ടും അപ്പീലിനെ ചൊല്ലി ബഹളം. അപ്പീലിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പുതിയ തെളിവൊന്നും കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല. അപ്പീലിൽ വിസ്താരം നടക്കില്ല. വിസ്താരമെല്ലാം ലോവർ കോർട്ടിലാണ്, ട്രയൽ ലോവർ കോർട്ടിലാണ്. അത് കഴിഞ്ഞാൽ ഈ കടലാസുകളെല്ലാം ഹൈക്കോടതിയിൽ പോവുകയും ആളുകൾ അപ്പീൽ ഫയൽ ചെയ്ത് വെറുതെ വിട്ട ആൾ വീട്ടിൽ പോകും. അയാളെ വെറുതെ വിടരുതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ പോകും. ചിലപ്പോൾ പ്രോസിക്യൂഷൻ ജയിക്കും, വീട്ടിൽ കിടന്നുറങ്ങുന്നവും വീണ്ടും ജയിലിൽ പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അതിൽ ആർക്കും വിഷമമൊന്നുമില്ല, എല്ലാവർക്കും പ്രയാസം ഈ ദിലീപിനെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങേര് കുറ്റക്കാരനാണെങ്കിൽ അങ്ങേരെയും ശിക്ഷിക്കണം, അതിലെന്താ സംശയം? പക്ഷേ ഈ ലോവർ കോർട്ടിൽ ദിലീപിനെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങളൊന്നും തന്നെ, ദിലീപിനെ രക്ഷിക്കാനല്ല, ദിലീപിനെ ശിക്ഷിക്കാനുള്ള തന്ത്രങ്ങളൊന്നും തന്നെ വിലപ്പോയില്ല. കാരണം അതൊന്നും തന്ത്രമായിരുന്നില്ല, വെറും ആവേശ കമ്മിറ്റിയുടെ, ഉത്സാഹ കമ്മിറ്റിയുടെ പ്രസ്താവനകൾ മാത്രമായിരുന്നു. അതൊന്നും കോടതിയുടെ തെളിവ് മൂല്യമുള്ള കാര്യങ്ങളായിരുന്നില്ല. കേൾക്കാൻ നമുക്ക് അയ്യോ വലിയ കാര്യമായി പോയി, അയാൾക്ക് ഫോൺ ചെയ്ത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ അത് തെളിവാണെന്ന് വിശ്വസിക്കും. അങ്ങനെയൊന്നും കോടതിയിൽ തെളിവാകില്ല. എന്തുവായിക്കോട്ടെ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അധികം പോകാതെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ വീഡിയോ ചെയ്യാൻ കാര്യം, അമിത് ഷായ്ക്ക് ഈ കേസിൽ ഒരു പങ്കുണ്ട് എന്ന് ലോവർ ജുഡീഷ്യറിയുടെ ജഡ്ജ്മെൻറ്റിൽ കാണുന്നു. പങ്കുണ്ടെന്നുള്ള ഒരു പ്രസ്താവന ഒരാൾ നടത്തിയിരിക്കുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതൊരു റേപ്പ് കേസാണ്. ആണല്ലോ, എല്ലാവർക്കും അറിയാം റേപ്പ് കേസാണ്.
റേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പമനുസരിച്ചുള്ള റേപ്പല്ല ഇത്. പലരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കാണും. എന്നാലും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട്, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മൾ ഒരു സാധാരണ ബലാത്സംഗം, റേപ്പ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആ പ്രക്രിയ അല്ല ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാനത് പറയാം, പക്ഷേ ഇംഗ്ലീഷിൽ കോടതി വിധിയിൽ നിന്ന് ഞാൻ വായിക്കാം. കാരണം സംഗതി അല്പം അശ്ലീലമാണ്. അപ്പോൾ അത് മലയാളത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ ചളിപ്പ് കൂടും, എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും. ഇംഗ്ലീഷിലാകുമ്പോൾ അത് ഇച്ചിരി കുറയും. അതാണല്ലോ നമ്മളൊക്കെ ഈ കുഴപ്പം പിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാക്കുന്നത്. ഗർഭിണിയാണ് എന്ന് നമ്മൾ പറയാറില്ല, പ്രഗ്നൻ്റ് ആണ് എന്ന് പറയും. ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്നതിൻ്റെ ചെറിയൊരു ചമ്മൽ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇല്ലാതെയാവും. ഇതാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചാലുള്ള ഒരു ഗുണം. അതിൽ നല്ല കാര്യമൊന്നുമല്ല, പക്ഷേ അത് എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ അക്യൂസ് നമ്പർ 1, അതായത് പൾസർ സുനി, ഇൻഫോംഡ് എക്സ് എന്ന് വെച്ചാൽ ഈ നടി, ദാറ്റ് ഹി ഹാസ് എ കൊട്ടേഷൻ ടു ക്യാപ്ചർ ഹെർ നേക്കഡ് വീഡിയോ. ഈ നഗ്ന വീഡിയോ എടുത്തു കൊടുക്കാൻ ഞാനൊരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ഡയറക്റ്റഡ് ഹെർ ഫോർ കോപ്പറേഷൻ ഫോർ ദ സെയിം. അതിനോട് ഒന്ന് സഹകരിക്കണം. അക്യൂസ് നമ്പർ 1 ഇൻറ്റിമിഡേറ്റഡ് എക്സ് ദാറ്റ് ഇഫ് ഷീ ഈസ് നോട്ട് കോപ്പറേറ്റിംഗ് he would record the visuals after injecting psychotropic substances. മയക്കുമരുന്ന് കുത്തിവെച്ച് ഈ വീഡിയോ എടുക്കേണ്ടി വരും. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ. എക്സ് വാസ് ഇൻ എ ഹെൽപ്ലെസ് സിറ്റുവേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഫിയർ. ഭയം കൊണ്ട് നിസ്സഹായയായിപ്പോയി ഈ യുവതി. ഇതൊരു കാറിൽ വെച്ചാണ്. കാറിൽ ഇവർ 2 തടിമാടന്മാർ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നു കാറിൻ്റെ ബാക്ക് സീറ്റിൽ. എന്നിട്ടാണ് ഈ ചോദ്യവും ഭേദ്യവും ഒക്കെ. അക്യൂസ് നമ്പർ 1 ഫോഴ്സ്ഫുള്ളി ലെയ്ഡ് എക്സ് ഓൺ ഹിസ് ലാപ്പ്, ഡിസ്റോബ്ഡ് ഹെർ, ടച്ച്ഡ് ഹെർ ആൻഡ് പ്രസ്ഡ് ഓൺ ഹെർ പ്രൈവറ്റ് പാർട്സ് ആൻഡ് റെക്കോർഡഡ് ഹെർ ന്യൂഡ് വിഷ്വൽസ് ഓൺ ഹിസ് മൊബൈൽ ഫോൺ. അക്യൂസ് നമ്പർ 1, അതായത് പൾസർ സുനി, took his genitals out, compelled and threatened X to do oral sex. She was threatened and hence performed oral sex against her will and consent. As the result of oral sex, ejaculation caused and semen fell on her body, face, lips and dress. Accused number 1 forced X so as to penetrate his genitals into the mouth of X. X performed oral sex as she had no other way. All the accused persons thereby committed gang rape on her. ബാക്കിയുള്ളവർ ഈ കൃത്യം ചെയ്യുന്നില്ല, പക്ഷേ കൃത്യത്തിന് കൂട്ടുനിൽക്കുന്നു, സഹായിക്കുന്നു. വണ്ടി ഓടിക്കുന്ന ആൾ, കൂടെയുള്ള ആൾ, കയ്യിൽ ബലമായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന ആൾ, ഇവരെല്ലാം. ഇതാണ് സംഭവം. അപ്പോൾ ഈ കൊട്ടേഷൻ ആരുടെ എന്ന് ഈ യുവതി ചോദിക്കുന്നുണ്ട്. കൊട്ടേഷൻ ഒരു ലേഡിയുടെ ആണ് എന്ന് പൾസർ സുനി മറുപടി കൊടുക്കുന്നു. ഇത് അവരുടെ ആദ്യത്തെ മൊഴിയിലുമുണ്ട്. ഈ നടിയുടെ ആദ്യത്തെ മൊഴിയിൽ തന്നെ ഇങ്ങനെ ഒരു ലേഡിയാണ് എന്നോട് പറഞ്ഞു എന്നുണ്ട്. ഈ ലേഡി ആരാണ് എന്ന് ഇവർ കണ്ടെത്തിയിട്ടില്ല പോലീസ്. അതൊരു പ്രശ്നമായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഏകദേശം രാത്രി 10:30 മണിക്കാണ് ഈ സംഭവം. രാത്രി ഒരു 8 മണി വരെ, 6 മുതൽ 6:30 മുതൽ 8 മണി വരെ 6 തവണ ശ്രീലക്ഷ്മി എന്നൊരു സ്ത്രീ പൾസർ സുനിയെ വിളിക്കുന്നുണ്ട്. അവരുടെ മൊബൈൽ നമ്പർ പോലീസുകാരുടെ കയ്യിൽ ഉണ്ട്. മൊബൈൽ ഫോൺ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അവരെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തു എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്താ ഇതിൽ ബന്ധം എന്ന് പോലീസ് പറയുന്നില്ല. അത് പ്രത്യേകിച്ച് അവർക്ക് ഈ കേസുമായിട്ട് ബന്ധമൊന്നുമില്ല. അവരുടെ സ്വകാര്യത വെറുതെ വെളിപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് വിട്ടു എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കണം, ഇത്ര സീരിയസ് ഒരു ക്രൈം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരാളുടെ ഫോൺ കോൾ, അത് 6 തവണ വരുന്നു ഫോൺ കോൾ, 7 മെസ്സേജസ് അയക്കുന്നു. മെസ്സേജ് എന്താണെന്ന് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല.
6 തവണ ഫോൺ ചെയ്തെന്നും 7 മെസ്സേജ് വന്നു എന്നും കോടതിയിൽ പറയുന്നുണ്ട്. ഇതെന്താ കാര്യം, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കേസുമായിട്ട് ബന്ധമൊന്നുമില്ലെന്ന് ഞങ്ങൾ അവരെ വെറുതെ വിട്ടു. അപ്പോൾ കോടതി ചോദിക്കുന്നത്, ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, ഈ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. കൃത്യത്തിന് തൊട്ടു മുമ്പ് ഒരു ലേഡി വിളിക്കുകയും ചെയ്യുന്നു. ആ ലേഡിയുടെ പേര് ശ്രീലക്ഷ്മിയാണ് എന്ന് നിങ്ങൾക്കറിയാം. അവർ എത്ര തവണ വിളിച്ചു എന്ന് നിങ്ങൾക്കറിയാം, എത്ര മെസ്സേജ് അയച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലേ? ശരി, ഇല്ലെങ്കിലില്ല, അത് ശ്രീലക്ഷ്മി വന്ന് പറയട്ടെ കോടതിയിൽ. അതല്ലേ അതിൻ്റെ ന്യായം. ശ്രീലക്ഷ്മിയെ ഒരു വിറ്റ്നസ്സായിട്ട് ചേർക്കുക, എന്നിട്ട് വിസ്തരിക്കുക. ശ്രീലക്ഷ്മി പറയും, അല്ല ഞാൻ പൾസർ സുനിയുമായിട്ട് എനിക്ക് നേരത്തെ മുതൽ പരിചയമുണ്ട്, അപ്പോൾ അതിൻ്റെ പല കാര്യങ്ങൾക്കായിട്ട് സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി വിളിച്ചതാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. പോലീസ് അപ്പോൾ അവസാനത്തെ ആയുധമോ അല്ലെങ്കിൽ അടവോ പ്രയോഗിക്കുന്നു. അവർ പറയുന്നു, പൾസർ സുനിയുടെ കാമുകിയാണ് ശ്രീലക്ഷ്മി. ഓക്കെ, ഫൈൻ, കാമുകിയാണെങ്കിൽ എന്താ, അത് പറഞ്ഞാൽ മതിയില്ല, ഞാൻ പൾസർ സുനിയുടെ കാമുകിയാണ്. അതേസമയം അവർക്ക് ഭർത്താവുണ്ട് താൻ. ഇപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞില്ല, അവർ തമ്മിൽ പണ്ടേ എന്തോ പൾസർ സുനി ബസ് കണ്ടക്ടറായിരുന്നപ്പോഴോ മറ്റോ ഉള്ള പരിചയമാണ്, അതിപ്പോഴും തുടരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായം പറയുന്നുണ്ട്. കാര്യം എന്തു ആയിക്കോട്ടെ, ഈ ശ്രീലക്ഷ്മി ഒരു പിടികിട്ടാപ്പുള്ളിയായിട്ട് ഈ കേസിൽ നിൽക്കുന്നു. അവരെ മനഃപൂർവ്വം പോലീസ് ഒഴിവാക്കി. അത് അവരെ മാത്രമല്ല, ഈ കുറച്ചധികം പേരെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി അല്ല കേട്ടോ, സീതാലക്ഷ്മി, ഷൈനി തോമസ്, കെവിൻ തോമസ്, ഈ 3 പേരെയാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. ഈ ഷൈനി തോമസുമായിട്ടും നിരന്തരം പൾസർ സുനി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. കെവിൻ തോമസുമായിട്ടും നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് എന്നാർക്കും അറിയില്ല. ഈ ക്രിമിനൽ കേസിൽ പെട്ട ഒരാൾ ആ സമയത്ത് ആ ദിവസങ്ങളിൽ നിരന്തരം ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ആർക്കും സാമാന്യ ബുദ്ധിക്ക് സംശയം തോന്നും. ആ സംശയം നമ്മുടെ പോലീസിന് മാത്രം തോന്നിയില്ല. പക്ഷേ ഒരു കാര്യം അവർക്ക് ഉറപ്പായി, ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ, കൊട്ടേഷൻ കൊടുത്ത ആൾ. ദിലീപിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ദിലീപിനെതിരെ തെളിവ് ശേഖരണം നടത്തി. അവിടെയാണ് ഇവർക്ക് പാളിപ്പോയത്. 7 സ്ഥലത്ത് പൾസർ സുനിയും ദിലീപും ഒരുമിച്ചുണ്ടായിരുന്നു. തമ്മിൽ കണ്ടോ അതറിയില്ല, തമ്മിൽ സംസാരിച്ചോ അതറിയില്ല. ഒരേ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവർ തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നാകുന്നില്ലല്ലോ. ഒരു സിനിമയുടെ സൈറ്റിൽ ദിലീപുമുണ്ട്, പൾസർ സുനിയുമുണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചു എന്നർത്ഥമായോ? ഇല്ല. അവർ തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നർത്ഥമായോ? ഇല്ല. ഇത് 7 സ്ഥലത്ത് പോലീസുകാരിത് പറയുന്നു. 7 സ്ഥലത്തും ഇവർ തമ്മിൽ സംസാരിച്ചതായിട്ടോ കണ്ടുമുട്ടിയതായിട്ടോ ഒന്നും തന്നെ പറയുന്നുമില്ല. ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ കാണിക്കുന്നു. അതിൽ ദിലീപ് നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് 19 അടി ദൂരെയായിട്ട് പൾസർ സുനി നിൽക്കുന്നു. ഇതാണ് ആ കൂടെയുള്ളൊരു ഫോട്ടോ. ബാക്കി 6 സ്ഥലത്തെയും ഫോട്ടോ ഇല്ലെങ്കിലും ചില സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ കണ്ടു. ശരി, ഇവർ തമ്മിൽ കണ്ടു, അതുകൊണ്ട് ഗൂഢാലോചനയാകുന്നില്ലല്ലോ. ഇതാണ് പ്രശ്നം. പല സ്ഥലത്തും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MG റോഡിലെ അബാദ് പ്ലാസ ഹോട്ടൽ, ആ ഹോട്ടലിൽ അമ്മയുടെ എന്തോ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ നടക്കുന്നു. അവിടെ പൾസർ സുനി വന്നെന്നും 410 നമ്പർ മുറിയിൽ ഗൂഢാലോചന നടത്തിയെന്നും ഒക്കെ പറയുന്നു. പക്ഷേ പൾസർ സുനി ഹോട്ടലിൽ വന്നതിന് തെളിവൊന്നുമില്ല. ഹോട്ടലിൽ കയറിപ്പോകുന്നത് ഞാൻ കണ്ടു എന്നൊരാൾ പറയുന്നു. ഹോട്ടലുകാർ ഒന്നും പറഞ്ഞിട്ടില്ല. ഹോട്ടലിലെ റിസപ്ഷനിലോ ഒക്കെ ഉള്ളവരെ വിസ്തരിച്ച് കഴിഞ്ഞാൽ സത്യം തെളിയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരാൾ വന്നതായിട്ട്, കയറിപ്പോയതായിട്ട്? കാരണം അമ്മയുടെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലമാണ്, അവിടെ വേറെ ആരെയും പ്രവേശിപ്പിക്കില്ല എന്നാണ് ചട്ടം അമ്മയുടെ. അത് സിദ്ദിഖ് കൺഫേം ചെയ്യുന്നുണ്ട്, മറ്റ് പലരും സിനിമാ രംഗത്തുള്ളവർ കൺഫേം ചെയ്യുന്നുണ്ട്. ഇല്ല, ആരെയും ഞങ്ങൾ കയറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഡ്രൈവറോ ആരെങ്കിലും വന്നാലോ അവരെയും കയറ്റില്ല.
ഡ്രൈവറൊക്കെ താഴെ പുറത്ത് നിന്നാൽ മതിയല്ലോ, എന്തിനാണ് ഡ്രൈവർ അകത്തേക്ക് വരുന്നത്? ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതൊക്കെ തള്ളിപ്പോയി. ഞാൻ വിസ്തര ഭയം കൊണ്ടാണ് ഇത്ര ചുരുക്കി പറയുന്നത്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തപ്പോൾ 1774 പേജുണ്ട് ഈ ജഡ്ജ്മെൻറ്റ്. പലരുടെയും കമ്പ്യൂട്ടറിൽ പല രീതിയിൽ, കാരണം ഈ എടുത്ത PDF പോലെ ചില പേജുകൾ മാറ്റിവെച്ച്, സ്റ്റാർട്ടിംഗ് പേജ് ഇത് ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ച്, അങ്ങനെ പേജ് നമ്പറിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരാം. ബട്ട് എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്നത് ഫുൾ ജഡ്ജ്മെൻറ്റാണ്. അത് ഒരു അഭ്യൂഹമുണ്ടായിരുന്നു, കോടതി ചില ഭാഗമൊക്കെ മാസ്ക് ചെയ്യും, വായിച്ചാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയ ജഡ്ജ്മെൻറ്റിൽ ഒരു മാസ്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ സംഭവം എനിക്ക് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത്ര മോശപ്പെട്ട ഒരു കാര്യം ജഡ്ജ്മെൻറ്റിലുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീയെ പറ്റിയാകുമ്പോൾ അത് മാസ്ക് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ തെറ്റൊന്നും പറയുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബാലചന്ദ്രകുമാർ എന്ന ആൾ അശനിപാതം പോലെ വീഴുന്നു. ദിലീപുമായിട്ട് സകല രഹസ്യങ്ങളും തനിക്കറിയാം. അങ്ങേര് പിക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട്, അതിൽ ദിലീപ് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ നിരന്തരം കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ദിലീപ് സമ്മതിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ബാലചന്ദ്രകുമാർ പിന്നിൽ നിന്ന് മാറുന്നുമില്ല. അപ്പോൾ ബാലചന്ദ്രകുമാറിനെ ഹാജരാക്കി. അപ്പോൾ പ്രോസിക്യൂഷന് ഹരം കയറി, കിട്ടിപ്പോയ ആളെ എന്നൊക്കെ പറഞ്ഞു. അയാളുടെ കയ്യിൽ കുറേ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, ചില റെക്കോർഡിങ്സ് ഉണ്ട്, അതുണ്ട്, മെസ്സേജുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം രംഗത്ത് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് ഇദ്ദേഹത്തെ വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ സാധനം പ്രോസിക്യൂഷന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പ്രോസിക്യൂഷൻ്റെ വാദം എന്താ? ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിച്ച് പിടിക്കപ്പെട്ടാലോ എന്ന് വിചാരിച്ച് പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധപ്പെട്ടതേയില്ല. ഈ സംഭവത്തിന് ശേഷം ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ അതിന് ബലം കൊടുക്കുന്ന കാര്യങ്ങൾ വേണ്ടേ ബാലചന്ദ്രകുമാർ പറയാൻ? അങ്ങനെ വേണം പറയാൻ. പക്ഷേ ബാലചന്ദ്രകുമാർ നേരെ തിരിച്ചു പറഞ്ഞു. ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടിട്ടുണ്ട്, പൾസർ സുനി ദിലീപിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട്, ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രകുമാർ വായിൽ വന്നതൊക്കെ പറഞ്ഞു. ബാലചന്ദ്രകുമാറിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ ഈ എവിഡൻസ് ഒന്നും എടുക്കാതെ പോയതെന്ന് വെച്ചാൽ, ബാലചന്ദ്രകുമാർ അയച്ച മെസ്സേജുകൾ, വാട്സാപ്പ് മെസ്സേജുകൾ, അത് വേറൊരു ഡിവൈസിലേക്ക് കോപ്പി ചെയ്തു, എഡിറ്റ് ചെയ്തു, തരംതിരിച്ചു. ആൾക്കാരുടെ ദിലീപിൻ്റെ അനിയനയച്ച അല്ലെങ്കിൽ സഹോദരനയച്ച, അനിയനോ ചേട്ടനോ സഹോദരനയച്ച മെസ്സേജുകൾ, വേറൊരാൾക്ക് സുനിലിന് അയച്ച മെസ്സേജുകൾ, മറ്റേ ആൾക്ക് അയച്ച മെസ്സേജ്, മറിച്ച ആൾക്ക് അയച്ച മെസ്സേജ്, മൊത്തം മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഇട്ട് എല്ലാം കൂടെ അഗ്രിഗേറ്റ് എടുത്ത് റെഡിയാക്കി പ്രത്യേകം ഫയലാക്കി. ഇതോടെ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു. മൊബൈലിൽ നമ്മൾ വാട്സാപ്പിൽ കൊടുക്കുന്ന മെസ്സേജ് നമ്മളെടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് മറ്റേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് വേറൊരു ഫയലാക്കി കഴിഞ്ഞാൽ അത് പുതിയൊരു ഫയലാണ്. അതെന്നുണ്ടാക്കിയോ ആ ദിവസം മുതലാണ് ആ ഫയൽ കമ്പ്യൂട്ടറിൽ കിടക്കുന്നത്. സച്ച് ആൻഡ് സച്ച് ഡേറ്റിന് നമ്മൾ എഡിറ്റ് ചെയ്ത് കയറ്റി എന്ന ഫയലിലുണ്ടാവും. കഴിഞ്ഞില്ലേ കാര്യം. ഒറിജിനൽ എവിടെ? ഒറിജിനലില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറയുന്നത്, ഈ ഹീനകൃത്യത്തിൻ്റെ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറയുന്ന ഒറിജിനൽ ഡിവൈസ് മൊബൈൽ, അതിപ്പോഴും കിട്ടിയിട്ടില്ല. ഒറിജിനൽ ഇല്ല കയ്യിൽ, കോപ്പിയാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും കോടതി? ബട്ട് കോടതി സ്റ്റിൽ അത് വിശ്വസിക്കാനൊരു പ്രയാസം ഉണ്ടായില്ല. കാരണം അതർവൈസ് ഈ പറഞ്ഞ ബലാത്കാരത്തിന്, ഈ വൃത്തികേടിന് തെളിവുണ്ടായിരുന്നു. ഷർട്ടിലും പാൻറ്റിലും ഒക്കെയുള്ള സ്രവങ്ങൾ, ദ്രാവകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ടെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആരാണ് ചെയ്തത് എന്താണെന്നൊക്കെ. അതുകൊണ്ട് റേപ്പ് എന്ന് പറയുന്ന ഈ ഞാൻ നേരത്തെ വായിച്ച പ്രവൃത്തി അത് എസ്റ്റാബ്ലിഷ് ചെയ്തു.
റേപ്പിന് നമ്മൾ ട്രഡീഷണലി കൊടുക്കുന്ന അർത്ഥം മാത്രമല്ല കേട്ടോ. റേപ്പ് പല രീതിയിലുള്ള ഇതുപോലത്തെ പെരുമാറ്റങ്ങളെയൊക്കെ റേപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. റേപ്പിൻ്റെ ശിക്ഷ തന്നെയാണ് ഇതിനുമുള്ളത്. അതുകൊണ്ട് ഇതൊരു കുറഞ്ഞ കുറ്റമാണ് എന്നൊന്നും ആരും ധരിക്കരുത്, റേപ്പ് തന്നെയാണ്. ബട്ട് നമ്മളുടെ സാധാരണ രീതിയിൽ നമ്മൾ റേപ്പ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നൊരു ചിത്രമല്ല ഇവിടെ എന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയെന്ന് മാത്രം. ബാലേന്ദ്രകുമാർ പറയുന്നത് ഈ ദിലീപ് ജയിലിലായപ്പോൾ ബാലേന്ദ്രകുമാർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്താണെന്നറിയാം? ദിലീപ് ജയിലിലായ ദിവസം ബാലചന്ദ്രകുമാർ നിരാശനായി. ഇനി തൻ്റെ പിക്ക് പോക്കറ്റ് എന്നുള്ള സിനിമ മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചു. അവിടെ വെച്ച് ബന്ധമെല്ലാം അവസാനിപ്പിച്ചു. ദിലീപ് തന്നെ വെറുതെ നടത്തിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ബാലചന്ദ്രകുമാർ എന്നാൽ പിന്നെ ഇയാളുടെ രഹസ്യം മുഴുവൻ ഞാൻ വെളിപ്പെടുത്താം എന്ന് തീരുമാനിച്ചു, വെളിപ്പെടുത്തി. ഇങ്ങനെയാണ് പോലീസിൻ്റെ ഭാഷ്യം. പക്ഷേ ബാലേന്ദ്രകുമാറിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴോ ബാലേന്ദ്രകുമാർ തന്നെ വോളണ്ടിയർലി കൊടുത്തതാണ് കേട്ടോ. അതിനകത്ത് ഈ ദിലീപ് ജയിലിൽ പോയപ്പോൾ ബാലേന്ദ്രകുമാർ വല്ലാത്ത വാശിക്ക് ദിലീപിൻ്റെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ബാലേന്ദ്രകുമാർ പറയുന്നത്, അക്കോർഡിംഗ് ടു ഹിം, ഹി കോൺടാക്റ്റഡ് മിസ്റ്റർ കോലിയാക്കോട് എൻ കൃഷ്ണൻ നായർ ടു ചേഞ്ച് ദ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റാനായിട്ട് കോലിയക്കോട് കൃഷ്ണൻ നായർ പോയി കണ്ടു. ഓർ ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രോസിക്യൂഷൻ സപ്പോർട്ട്സ് ഫോർ ഗ്രാൻറ്റിംഗ് ബെയിൽ ടു ദ അക്യൂസ് നമ്പർ 8. ഒന്നുകിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടും പ്രോസിക്യൂഷനോടും പറഞ്ഞിട്ട് ദിലീപിൻ്റെ ജാമ്യാപേക്ഷയെ എതിർക്കരുത് എന്ന് പറഞ്ഞ് ഏർപ്പാടാക്കണം. അക്കോർഡിംഗ് ടു ഹിം, ബാലേന്ദ്രകുമാർ തുടരുന്നു, മിസ്റ്റർ കോലിയാക്കോട് എൻ കൃഷ്ണൻ നായർ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് ദ ക്ലോസ് അസോസിയേറ്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വളരെ അടുത്ത ആളാണ് കോലിയാക്കോട് കൃഷ്ണൻ നായർ. ഇൻ ദ മെസ്സേജ് ഡേറ്റഡ് 30/8/2017 ഹീ ക്ലെയിംഡ് ദാറ്റ് ഹീ ട്രൈ ടു ഓപ്പൺ എ ന്യൂ റൂട്ട്, പുതിയൊരു വഴി തുറന്നു, ത്രൂ VHP വയാ ചെന്നൈ. VHP എന്ന് പറഞ്ഞാൽ വിശ്വ ഹിന്ദു പരിഷത്ത്, ക്യാപിറ്റൽ VHP ആണ് അടിച്ചിരിക്കുന്നത്, വയാ ചെന്നൈ. വിശ്വ ഹിന്ദു പരിഷത്ത് വഴി ചെന്നൈയിൽ ഒരു വഴി തുറന്നു. ഇതൊക്കെ ദിലീപിന് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹി ഓൾസോ ക്ലെയിംഡ് ദാറ്റ് ഹിസ് ഓപ്പറേഷൻ വയാ ട്രിവാൻഡ്രം ഈസ് ലൈക്ലി ടു ബി സക്സസ്ഫുൾ. തിരുവനന്തപുരം വഴിയുള്ള ഓപ്പറേഷൻ, ഏത് കോലിയാക്കോട് കൃഷ്ണൻ നായർ വഴിയുള്ള ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകും, എന്നാലും ഒരു ബാക്കപ്പ് എന്നുള്ള നിലയ്ക്ക് ചെന്നൈ വഴിക്ക് ഒരു ഇടപെടൽ നടത്തി. അക്കോർഡിംഗ് ടു ഹിം, ദ ഇൻ്റർവെൻഷൻ ഓഫ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് മിസ്റ്റർ O. പന്നീർസെൽവം, അന്ന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന പന്നീർസെൽവം, ആൻഡ് ദ ഇൻ്റർവെൻഷൻ ഓഫ് ദ ദെൻ കേരള ഗവർണർ ഓൾസോ സെക്യൂർഡ്. പന്നീർസെൽവത്തിൻ്റെ സപ്പോർട്ടും വാങ്ങി, കേരള ഗവർണറുടെ സപ്പോർട്ടും വാങ്ങി. നിസ്സാരക്കാരനല്ല. ദ മെസ്സേജ് വുഡ് ഷോ ദാറ്റ്, അക്കോർഡിംഗ് ടു ബാലേന്ദ്രകുമാർ, then Kerala Governor Justice P. Sadashivam helped Mr. Amit Shah, the Union Home Minister, to avoid life imprisonment, and as part of his gratitude, Mr. Justice P. Sadashivam was given the post of Kerala Governor. ഇവിടെയാണ് അമിത്ഷായുടെ കളി വരുന്നത്. ഈ പി സദാശിവം ചീഫ് ജസ്റ്റിസ് ആയിരുന്നല്ലോ ഇന്ത്യയുടെ. അപ്പോൾ അന്ന് അമിത്ഷായ്ക്ക് ഏതോ കേസിൽ ജീവപര്യന്തം തടവ് കിട്ടുമായിരുന്നു. സദാശിവം അത് കയറി തടഞ്ഞു. അങ്ങനെ അമിത്ഷായെ രക്ഷപ്പെടുത്തി. അപ്പോൾ അമിത്ഷായ്ക്ക് പി സദാശിവത്തോട് നന്ദിയുണ്ട്. പി സദാശിവം കേരള ഗവർണറായിട്ട് നിയമിതനായി. അത് അമിത്ഷാ കാണിച്ച ഒരു നന്ദിയാണ്. അപ്പോൾ സദാശിവത്തിന് അമിത്ഷായോടും ഒരു കടപ്പാടായി. സദാശിവത്തെ ഗവർണറാക്കിയത് അമിത്ഷാ ആണല്ലോ. അപ്പോൾ സദാശിവത്തിനും ഒരു നന്ദിയുണ്ട് അമിത്ഷായോട്. അപ്പോൾ സദാശിവം അമിത്ഷായോട് പറയും. അമിത്ഷാ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയോട് പറയും. ആ ജഡ്ജിയുടെ പേര് ST എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേത് ജഡ്ജാണെന്ന് എനിക്കറിയാമില്ല. ഇത് മൊത്തത്തിൽ ഇതാണ്, കണ്ടംപ്റ്റാണ് കേട്ടോ, കോർട്ട് ലക്ഷണമാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ
ജഡ്ജ്മെൻറ്റിലുള്ളത് ഞാൻ അതുപോലെ വായിക്കാം. കേരള ഹൈക്കോടതിയിൽ ST എന്ന് പേരുള്ള ജഡ്ജ് ഏതാണെന്നൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ ഞാൻ ഈ പൊങ്ങച്ചത്തിൻ്റെ പിന്നാലെ ആര് പോകാനാണെന്ന്, വെറുതെ വേറെ പണിയില്ലേ. He also referred to the then Director General of Prosecution, Advocate മഞ്ചേരി ശ്രീധരൻ നായർ. അന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരാണ്. അങ്ങേര് വഴിക്കും പിടിപാടുണ്ടായി. മഞ്ചേരി ശ്രീധരൻ നായർ ആസ് ദ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഗവർണർ, ഗവർണറുടെ അടുത്ത സുഹൃത്താണ്. അതുകൂടാതെ he sent messages stating the intervention of മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ഇൻ്റർവെൻഷൻ വരും. ഇതാണ് ആ TB മിനിയിലെ വക്കീൽ. അവർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു, അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ. അവർ പറയുന്ന അവിടെ ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, മമ്മൂട്ടി ഇടപെട്ടു എന്ന്. അത് ഇതാ കാര്യം. ബാലേന്ദ്രകുമാറിൻ്റെ പൊങ്ങച്ചം വിശ്വസിച്ച് പോയതാണ് ആ പാവം. ആ മെസ്സേജ് സ്റ്റേറ്റിംഗ് ദ ഇൻ്റർവെൻഷൻ ഓഫ് മമ്മൂട്ടി, സുരേഷ് കുമാർ, കമലഹാസൻ, ജയറാം, ആനാവൂർ നാഗപ്പൻ. എൻ്റെ അമ്മോ, ആനാവൂർ നാഗപ്പനൊക്കെ ഇടപെട്ടാലത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ വെറുതെയാണോ ദിലീപിന് ജാമ്യം കിട്ടിയത്? ആനാവൂർ നാഗപ്പനാണ്. പോരാഞ്ഞിട്ട് കമലഹാസൻ മദ്രാസിൽ നിന്ന് പറന്നു വന്നു ദിലീപിന് ജാമ്യം കൊടുക്കാനായിട്ട് ജഡ്ജിയെ സ്വാധീനിക്കാൻ, ST എന്ന ജഡ്ജിയെ. അപ്പോൾ ആനാവൂർ നാഗപ്പൻ പറഞ്ഞു, താൻ എന്തിനാണോ ഈ മദ്രാസിൽ നിന്ന് ഓടി ഇവിടം വരെ വന്നത്? ഞാനില്ലേ ഇവിടെ. അല്ല ചേട്ടാ, എന്നാലും നമ്മുടെ ദിലീപിനെ ഒന്ന് ഇറക്കണ്ടേ. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലേന്ദ്രകുമാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. അയാൾ എന്നോടും പറഞ്ഞു, ഞാൻ ഉറപ്പ് കൊടുത്തതാണല്ലോ ദിലീപിനെ ഞാൻ ഇറക്കിത്തരാം, പിന്നെ അയാൾ തന്നെ മെനക്കെടുത്തേണ്ട കാര്യം എന്താ, ഏതായാലും വന്നല്ലോ എനിക്ക് ചായ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കമലഹാസനും ആനാവൂർ നാഗപ്പനും കൂടെ കോലിയക്കോട് കൃഷ്ണൻ നായർ, പിന്നെ അങ്ങനെ പേര് വരുന്നു, കോലിയക്കോട് N കൃഷ്ണൻ നായരുടെ വീട്ടിൽ പോയി പുള്ളിയെയും ചേർത്ത്. ഇതിനിടയ്ക്ക് സിനിമാ നടൻ ജയറാം പറഞ്ഞു, ഞാൻ എന്താ സംഭവം, ദിലീപിന് ജാമ്യം എടുക്കാം, എന്നാൽ ഞാനും വരുന്നു, നീയും കയറി വണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടെ മമ്മൂട്ടി, സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ നമ്മളെ മേനകയുടെ ഭർത്താവ് സുരേഷ് കുമാർ ആയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മിസ്റ്റർ ശരവണൻ, ക്ലാസ്മേറ്റ് ഓഫ് സൺ ഇൻ ലോ ഓഫ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് മിസ്റ്റർ O പന്നീർശെൽവം. ശരവണൻ എന്ന് പറഞ്ഞിട്ട്, അതായത് പന്നീർശെൽവത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ക്ലാസ്മേറ്റ്, ചില്ലറക്കാരനല്ല, മകളുടെ ഭർത്താവിൻ്റെ ക്ലാസ്മേറ്റ് ശരവണൻ, അയാളും ഇറങ്ങി ടു ചെയിൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇവരെല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം മാറ്റാതിരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇവർ പിടിച്ചു മാറ്റില്ല. കമലഹാസനൊക്കെ ഇപ്പോഴും ഒരു സ്റ്റണ്ട് വിധത്തിനാണല്ലോ. മമ്മൂട്ടിയുണ്ട്, ജയറാമുണ്ട്, കമലഹാസനുണ്ട്, കോലിയാക്കോട് കൃഷ്ണൻ നായരുണ്ട്, സർവോപരി നമ്മുടെ ആനാവൂർ നാഗപ്പൻ ചേട്ടനുണ്ട്. പുള്ളി ഒറ്റയ്ക്ക് മതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ തള്ളിയിടാൻ. എന്ത് വാങ്ങിക്കോട്ടെ. ഇത് കഴിഞ്ഞു. പുള്ളിക്ക് എന്നിട്ടും ബാലേന്ദ്രകുമാറിന് അത് തികഞ്ഞില്ല. ചിലപ്പോൾ ഇവരൊക്കെ വിചാരിച്ച് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും. അതുകൊണ്ട് ഹി ഓൾസോ സ്റ്റേറ്റഡ് അബൌട്ട് ഹിസ് ഇൻ്റർവെൻഷൻ ഫോർ ദ ഹെൽപ്പ് ഓഫ് ബിഷപ്പ് നെയ്യാറ്റിങ്കര ഫോർ സെക്യൂറിങ് ദ ബെയിൽ. ബിഷപ്പ് ഓഫ് നെയ്യാറ്റിങ്കര ആയിരിക്കും ഉദ്ദേശിച്ചത്, ഓഫ് അടിച്ചിട്ടില്ല ഇതിൽ. അപ്പോൾ നെയ്യാറ്റിങ്കര ബിഷപ്പിനോടും പറഞ്ഞു, തിരുമേനി ഒന്ന് ഇടപെടണമല്ലോ. അതൊക്കെ മോശം അല്ല, തിരുമേനും നടപെട്ടേ പറ്റൂ. ഈ ലക്ഷണം കണ്ടിട്ടേ ബാലകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ആരായാലും നമുക്കെന്താ, ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് ഈ ബിഷപ്പിനോടും ഒക്കെയുള്ള പരിപാടി. ദ മെസ്സേജ് ഡേറ്റഡ് 14/9/2017 വുഡ് ഷോ ദാറ്റ് തലശ്ശേരി വിൽ കോൾ അങ്കമാലി ആഫ്റ്റർ കോർട്ട് അവേഴ്സ്. ബാലേന്ദ്രകുമാറിൻ്റെ അടുത്ത മെസ്സേജാണ്. അതേ, ഇന്ന് വൈകുന്നേരം തലശ്ശേരി അങ്കമാലിയെ വിളിക്കും. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാമോ? തലശ്ശേരി ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് അങ്കമാലിയിലെ മജിസ്ട്രേറ്റിനെ വിളിക്കും. അങ്കമാലിയിലെ മജിസ്ട്രേറ്റിന് എന്താ കാര്യം? ആദ്യം ദിലീപിനെ ഹാജരാക്കിയത് അവിടെയാണ്. ഈ മറ്റേ മെമ്മറി കാർഡ്, കുന്തം കുറുടിയൊക്കെ ആദ്യം ചെന്നത് അങ്കമാലി, അവിടെയാണല്ലോ ഈ കേസിൻ്റെ തുടക്കം. അതുകൊണ്ട് തലശ്ശേരി ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജിനെ കൊണ്ട്
അങ്കമാലിയിലെ മജിസ്ട്രേറ്റിനെ വിളിക്കും ആഫ്റ്റർ കോർട്ട് അവേഴ്സ് കേട്ടോ. കോടതി സമയം കഴിഞ്ഞിട്ട്, കോടതിയുടെ ഇടയ്ക്കൊന്നും വിളിക്കാൻ ഭയങ്കര തിരക്കാണ്, നിങ്ങൾ വെറുതെ തമാശ കളിയല്ല ഇത്. ദിസ് മെസ്സേജ് ഈസ് സെൻഡ് അറ്റ് ദ ടൈം വെൻ ദ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് അക്യൂസ് നമ്പർ 8 വാസ് പെൻഡിങ് ബിഫോർ ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് അങ്കമാലി. അങ്കമാലിയിൽ ഈ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ കിടക്കുമ്പോഴാണ് ഈ സർക്കസ് എല്ലാം. ഹി ഓൾസോ സെൻഡ് മെസ്സേജസ് ക്ലെയിമിംഗ് ദാറ്റ് തലശ്ശേരി ഇൻസ്ട്രക്റ്റഡ് ഹിം എബൌട്ട് ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബെയിൽ. തലശ്ശേരി എന്നോട് പറഞ്ഞു ജാമ്യം കിട്ടാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ. ഹി ഓൾസോ ഇൻഫോം ദാറ്റ് ഹി ക്യാൻ അറേഞ്ച് മീറ്റിംഗ് വിത്ത് തലശ്ശേരി. ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് തലശ്ശേരിയുമായിട്ട് സംസാരിക്കാൻ ഏർപ്പാട് ചെയ്യാം. ആൻഡ് ഹി ഇൻഫോം ദാറ്റ് തലശ്ശേരി ഹാഡ് സ്പോക്കൺ ടു ST, ക്യാപിറ്റൽ ST ഇൻവെർട്ടഡ് കോമേഴ്സിലാണ്, ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പോൾ തലശ്ശേരിയിലെ ജഡ്ജി ഹൈക്കോടതിയിലെ ST എന്ന ജഡ്ജിയോട് സംസാരിച്ചു കഴിഞ്ഞു. ആൻഡ് ഫൈനലൈസ് ദ ഡീൽ അങ്ങ് ഫൈനലൈസ് ചെയ്തു. നമ്മുടെ ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഡീൽ ഫൈനലൈസ് ചെയ്യുക, അതുപോലെ ഡീൽ ഫൈനലൈസ് ചെയ്തു. ഹി ഓൾസോ സോട്ട് കൺഫർമേഷൻ അബൌട്ട് ദ ജഡ്ജ് ഹു വിൽ കൺസിഡർ ദ ബെയിൽ ആപ്ലിക്കേഷൻ. പുള്ളി അന്വേഷിച്ചു ആരാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. He also sent images of screenshots of Advocate Philip Matthew, son-in-law of Mr. Justice J.B. Koshi. അമ്പടാ, മുൻ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസാണ് JB കോശി. അദ്ദേഹത്തിൻ്റെ സൺ-ഇൻ-ലോ അതാണ് ഫിലിപ്പ് മാത്യു. പുള്ളിയുമായിട്ടും കോണ്ടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതുകൂടാതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് GP ജയകൃഷ്ണൻ, സബ് ജഡ്ജ് ആറ്റിങ്ങൽ, ആൻഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീകല സുരേഷ്, ആൻഡ് ക്ലെയിം ദാറ്റ് ഹീ ഈസ് ഇൻ റെഗുലർ കോൺടാക്റ്റ് വിത്ത് ഓൾ ഓഫ് ദം. ആരൊക്കെയായിട്ട്? പന്നീർശെൽവം, പുള്ളിയുടെ മരുമകൻ്റെ ക്ലാസ്മേറ്റ്, പിന്നെ P. സദാശിവം, അമിത് ഷാ, ആനാവൂർ നാഗപ്പൻ, കമലഹാസൻ, മമ്മൂട്ടി, ജയറാം എന്ന് വേണ്ട ഫിലിപ്പ് മാത്യു, ജസ്റ്റിസ് JB കോശി, GP ജയകൃഷ്ണൻ ആറ്റിങ്ങൽ സബ് ജഡ്ജ്, അതുകൂടാതെ ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീകല സുരേഷ്, ഇത്രയും പേരുമായിട്ട് പുള്ളി നിരന്തരം ബന്ധത്തിലായിരുന്നു. അതുകൂടാതെ പിന്നെ ബിഷപ്പ് വന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. ജയകൃഷ്ണൻ മറ്റേരി വിളിച്ചു, മഞ്ചേരി ആറ്റിങ്ങലിനെ വിളിച്ചു, ആറ്റിങ്ങൽ തലശ്ശേരിയെ വിളിച്ചു, തലശ്ശേരി വീണ്ടും STയെ വിളിച്ചു. ഇങ്ങനെയൊക്കെയാണ് ദിലീപിന് ജാമ്യം കിട്ടിയതെന്നൊക്കെ പറഞ്ഞു. ഈ തള്ളിന് ഒരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് കൊടുക്കാമായിരുന്നു ബാലേന്ദ്രകുമാറിന്. ആ മനുഷ്യൻ മരിച്ചുപോയി പാവം. ബട്ട് ഇത്തരം ആളുകളെയൊക്കെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ട് ഈ ഏഭ്യത്തരമൊക്കെ കാണിച്ചിട്ട് കേസ് തോറ്റുപോയി എന്നിട്ട് ചുമ്മാ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയാൽ മതിയോ? എന്തൊരു ഏർപ്പാടാണ്, എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് TV കിടന്ന് ബഹളം ഇത്ര വ്യക്തമായി ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ പറയും. പറഞ്ഞാലെന്താ വിശ്വസിക്കുമോ? കോടതി ഇത് പറയുന്നുണ്ട്. കോടതി ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലചന്ദ്രകുമാറിനെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് കോടതി ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് ഞാനീ വായിച്ചത്. ഇനിയും വേറെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒരുപാടുണ്ട്. പ്രോസിക്യൂഷൻ പറയുന്നു ഇവർ തമ്മിൽ പൾസർ സുനിയും ദിലീപും തമ്മിൽ കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ബട്ട് ബാലേന്ദ്രകുമാർ, അയാളും പ്രോസിക്യൂഷൻ സാക്ഷിയാണ്, അയാൾ പറയുന്നു ഇവർ തമ്മിൽ കണ്ടു, ഞാനും ഉണ്ടായിരുന്നു, വീട്ടിൽ വെച്ചാണ് കണ്ടത്. ഇങ്ങനെയൊക്കെ ബാലേന്ദ്രകുമാറും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ കേസ് കൊളാപ്സ് ചെയ്തു. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിങ്ങൾ പോയിട്ട് എന്ത് പുതിയ തെളിവ് ഹാജരാക്കാനാണ്? പുതിയ തെളിവ് എടുക്കുകയില്ല ഹൈക്കോടതിയിൽ. എടുക്കും ഒരുപക്ഷെ എർത്ത് ഷേക്കിംഗ് ആയിട്ട്. ഇപ്പോൾ ദിലീപ് തന്നെ വന്നിട്ട് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ പറയുകയാണ്, ഞാനാണിത് ചെയ്യിച്ചത്, ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നു, എനിക്ക് മനസ്സാക്ഷിക്കുത്ത് സഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വല്ല ഭൂമി കുലുങ്ങുന്ന വല്ല തെളിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കേസിൽ വഴിത്തിരിവുണ്ടാകും എന്നുള്ളതല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സാധനം ഹൈക്കോടതിയിൽ പോയാൽ, ഹൈക്കോടതി വിചാരിച്ചാൽ പോലും, ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി വിചാരിക്കുകയാണ്, അവൻ ചാനലുകാർ കുറേ കാലമായല്ലോ കിടന്ന് വിഷമിക്കുന്നു, ഒരു കാര്യം ചെയ്യാം, പബ്ലിക്കിൻ്റെ കയ്യടിയും കിട്ടും, ദിലീപിനെ ഒന്ന് ശിക്ഷിച്ചേക്കാം,
എന്ന് വിചാരിച്ചാൽ പോലും ശിക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേസിൻ്റെ കിടപ്പ്. എന്നിട്ടാണ് ഈ ബഹളവും കച്ചറയെല്ലാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ഒരുപക്ഷെ ദിലീപ് വിഷയത്തിൽ വീഡിയോ വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുന്നു? ഇതിൻ്റെ ഈ ഡീറ്റെയിൽസിലൊക്കെ പോയിട്ട് എന്ത് കാര്യം? ഇവിടെ ദിലീപിനെ കണ്ടു, അവിടെ ദിലീപിനെ കണ്ടു എന്ന് അവർ പറഞ്ഞു, കോടതി പറഞ്ഞു ഇല്ല നിങ്ങൾ കണ്ടെങ്കിൽ തന്നെ അതിന് തെളിവില്ല. ഇങ്ങനെ പോകുക. ഈ 1777 പേജ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ചെയ്യാനൊക്കെ പറ്റാഞ്ഞിട്ടല്ല, പതുക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. ബട്ട് അതിൻ്റെ ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവണില്ല. 6 പ്രതികളെ ശിക്ഷിച്ചു, ദിലീപിനെ വെറുതെ വിട്ടു. ഇതാണല്ലോ സംഭവം. എനിക്ക് ആ നടിയുടെ പേരിൽ വല്ലാത്ത ദുഃഖവും സങ്കടവും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാകും ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചത്. പക്ഷേ അതുകൊണ്ട് അതിനകത്ത് വ്യക്തമായിട്ടും ലേഡി എന്ന് തുടക്കത്തിൽ പൾസർ സുനി പറഞ്ഞു എന്ന് ഈ നടി തന്നെയാണ് മൊഴി കൊടുക്കുന്നത്. കോടതിയിലും പറയുന്നുണ്ട് പൾസർ സുനി ഇങ്ങനെ പറഞ്ഞു, ലേഡിയാണ് പിന്നിൽ. ആ പിന്നിലുള്ള ലേഡിയെ കണ്ടെത്തുക എന്നുള്ളതല്ലേ പോലീസുകാർ ചെയ്യേണ്ടത്. അവർ ലേഡിയെ കണ്ടെത്താതെ ജെൻറ്റിൽമാനെ കണ്ടെത്താൻ ശ്രമിച്ചു, അതിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഇതാണ് ദിലീപ് കേസിൻ്റെ ബാക്കി പത്രം. അനാവശ്യമായിട്ട് കോടതി വെറുതെ വിട്ട ഒരാളിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നത് ശരിയല്ല. നിങ്ങൾക്ക് അപ്പീൽ ഫയൽ ചെയ്യാം, എന്നിട്ട് ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. അതല്ലാതെ ഈ പൊതുശല്യമായിട്ട് ഇങ്ങനെ ദിലീപിൻ്റെ പിന്നാലെ കൂടരുത്. ഞാൻ നോക്കിയിട്ട് എൻ്റെ അഭിപ്രായമല്ല, ബട്ട് ദിലീപിൻ്റെ അഭിപ്രായം, തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു, അവരെ പിടിക്കണം ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദിലീപ് പറഞ്ഞു. ശരിയാണ്. ഈ വിധി വായിച്ചു നോക്കിയാൽ, ശ്രദ്ധാപൂർവം വായിച്ചു നോക്കിയാൽ ദിലീപിനെതിരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഗൂഢാലോചന നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ദിലീപിൻ്റെ ഭാഗത്ത് മെരിറ്റുണ്ട്. ബട്ട് അതിനൊക്കെ പോണോ എന്നുള്ളത് ദിലീപ് ആലോചിക്കണം. കാരണം സമയം, പണം, ഇപ്പം തന്നെ 8-9 കൊല്ലം നഷ്ടപ്പെട്ടു ദിലീപിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോണോ എന്നാലോചിക്കുക. ഒരുപക്ഷെ വിവേകം എന്ന് പറയുന്നത് ഈ എപ്പിസോഡ് അങ്ങ് വിടുക. ജീവിതത്തിൽ ചില ഹൊറിബിൾ എക്സ്പീരിയൻസ് ഉണ്ടായി, അതങ്ങ് വിട്ടു എന്ന് വയ്ക്കുക. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മറ്റതിന് പ്രതികാരം, തന്നെ കുടുക്കിയവരെ തിരിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള വികാരത്തിന് അതിന് പറ്റിയ മെറ്റീരിയൽ ഈ ജഡ്ജ്മെൻറ്റിൽ തന്നെയുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.